Good afternoon. Okay. 7 പേരായുള്ളൂ ജോയിൻ ചെയ്തിട്ടുള്ളല്ലോ. വിശ്വമാമിനെയാണോ പ്രതീക്ഷിച്ചത്? ഞാൻ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്യുന്നുള്ളൂ കേട്ടാ. എന്താണ് ആരും മറുപടി ഒന്നും പറയാതെ? ഓക്കെ, നമുക്ക് ക്ലാസ് എടുക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ, മാർക്ക് കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്താണ് ഒരു തമ്പ് ഇങ്ങനെ തരാത്തേന്ന് വിചാരിച്ചിരിക്കുകയല്ലേ? ഓക്കെ, നമുക്ക് ഇത്തിരി വലിയ ചാപ്റ്റർ അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ ഞാൻ അങ്ങനെ കെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. പോർഷൻസ് നമുക്ക് കവർ ചെയ്യാലോ. മാമിന്റെ പിന്നെ ഇത്തിരി മുന്നാന്ന് പറഞ്ഞു, അപ്പൊ അതുകൊണ്ട് ഞാൻ വന്നാ കയറിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ കയറിയതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മൾ എവിടെ വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്? സെലക്ഷൻ അല്ലെ? കോൺസെപ്റ്റ് ഓഫ് സെലക്ഷന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സെലക്ഷൻ. ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഓക്കെ, പേജ് നമ്പർ എത്രയാണ് നിങ്ങളുടെ? എത്ര 24 ആണോ? നോക്കി എടുത്തോ? ആ ഒരു പേജ് എടുത്ത് വെച്ചാ നിങ്ങള്? ഓക്കെ, അതെ, പേജ് നമ്പർ 24 അല്ലെ? ഓക്കെ, ശരി ശരി. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു സെലക്ഷന്റെ ഒബ്ജക്റ്റീവ്സ്. എന്തിനാണ് ഒരു സെലക്ഷൻ പ്രോസസ്സ്? അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? The importance of selection can be described as the follows. താഴെ പറയുന്നത് സെലക്ഷന്റെ പ്രാധാന്യം പറയുന്ന കാര്യങ്ങളാണ്. എന്തിനൊക്കെയാണ് സെലക്ഷൻ? നമുക്ക് നോക്കിയേ. സെലക്ട് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ എന്ത് വേണം? സെലക്ഷൻ വേണം, സെലക്ഷൻ പ്രോസസ് വേണം. സെലക്ഷൻ പ്രോസസ്സിന്റെ ഒരു ലക്ഷ്യമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. Select suitable candidates. Selection process aim at choosing the most appropriate candidates. ഏറ്റവും അനുയോജ്യമായ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം അല്ലെ? അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് സെലക്ട് ചെയ്താൽ വെച്ചാൽ പോരാ. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് who meet all the requirements of a position. ഓർഗനൈസേഷന്റെ ആ ഒരു ജോബ് പൊസിഷനിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള, എല്ലാ സ്കില്ലും ഉള്ള അല്ലെ, അങ്ങനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ എന്ത് വേണം? സെലക്ഷൻ പ്രോസസ് വേണം. അതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ എയിം എന്ന് പറയുന്നത്. The best candidates is chosen only. ഇനി ഏറ്റവും നല്ല ആളുകളെ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്. ആഫ്റ്റർ റിജക്റ്റിംഗ് ഓൾ അൺഫിറ്റ് ആപ്ലിക്കൻസ്. ഇപ്പൊ 100 ആപ്ലിക്കൻസ് ഉണ്ട്, അതിന് നമുക്ക് 5 പേരെ സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കി 95 പേര് നമ്മള് എന്താ അൺഫിറ്റ് ആണ്. ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളവരല്ലേ? നമ്മളെ ജോലിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള 5 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതെങ്ങനെയാ സെലക്ഷൻ നടത്തുന്നത്? ബാക്കിയുള്ളവരെ റിജക്ട് ചെയ്ത് 95 പേരെ റിജക്ട് ചെയ്തിട്ട് ആ 5 പേരെ സെലക്ട് ചെയ്യുന്നു. നോക്കിയേ, ചൂസൺ ഒൺലി. അപ്പൊ എങ്ങനെയാ നമ്മൾ ചൂസ് ചെയ്യുന്നത്? ആഫ്റ്റർ റിജക്റ്റിംഗ് ഓൾ ദ അൺഫിറ്റ് ആപ്ലിക്കൻസ് ത്രൂ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ. ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷനിലെ കൂടെ അൺഫിറ്റ് ആയിട്ടുള്ള, ആ ജോലിക്ക് അനുയോജ്യമല്ലാത്ത ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തിട്ട് ഏറ്റവും അനുയോജ്യമുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു. അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോട്ടാ. ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടാ. ഇനി ബെസ്റ്റ് കാൻഡിഡേറ്റ്സിനെ എങ്ങനെയാ നമ്മൾ സെലക്ട് ചെയ്യുന്നത്? അൺഫിറ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ റിജക്ട് ചെയ്തിട്ട് അവരെ റിജക്ട് ചെയ്യുന്നു, അവരെ നിരസിക്കുന്നു. അതിനുശേഷം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യും. ഇനി രണ്ടാമത്തെ എന്താണ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? വെരിഫൈസ് ആപ്ലിക്കൻസ് കേപ്പബിലിറ്റീസ്. അല്ലെ, ഓരോ ആപ്ലിക്കൻസിന്റെയും കഴിവുകൾ വെരിഫൈ ചെയ്യാൻ. ഇപ്പൊ ഇവിടെ ഒരു സെലക്ഷൻ പ്രോസസ് നടത്തുകയാണ്, നിങ്ങളുടെ ബയോഡേറ്റയും കാര്യങ്ങളൊക്കെ ഞാനത് ചെക്ക് ചെയ്യും, നോക്കും. അപ്പൊ എനിക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും കഴിവുകൾ എത്രയാണ്, ക്വാളിഫിക്കേഷൻ എന്താണ്, സ്കിൽസ് എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ എനിക്ക് അറിയാൻ പറ്റും. അതാണ് അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? സെലക്ഷൻ പ്രോസസ് ഹെൽപ്സ് ടു മാച്ച് ദ ജോബ് റിക്വയർമെന്റ്സ്.
ജോലിക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ സ്കിൽസ് അത് ആരുമായിട്ട് ആപ്ലിക്കൻസുമായിട്ട് എന്ത് ചെയ്യുന്നു അത് മാച്ച് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പൊ ഓരോ നോക്കാം എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് വേണ്ടത് ആ ഒരു പോസ്റ്റിലിരിക്കാൻ, അത് ആ കാൻഡിഡേറ്റ്സിന് ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മാച്ച് ചെയ്യാലോ അല്ലെ. അതിന് മാച്ച് ചെയ്ത് നോക്കി ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സെലക്ട് ചെയ്യാം. അങ്ങനെയാണ് ത്രൂ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് സെലക്ഷൻ. ആ സെക്കൻഡ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash process helps to match the job requirements with the applicants through a systematic process of selection. ഇനി മൂന്നാമത്തെ എന്താണ്? Place the right candidates at the job. മൂന്നാമത്തെ കാര്യം എന്താണ്? സെലക്ഷന്റെ ഒബ്ജക്റ്റീവ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അങ്ങനെ ശരിയായ ജോലിക്ക് കണ്ടോ, ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ. ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ പോരാ. ഒരു ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ ജോബിന് അനുയോജ്യമായിട്ടുള്ള ശരിയായ ജോലിക്ക് ശരിയായ ആളെ തന്നെ വെക്കണം. എങ്കിലാണ് അവർക്ക് മാക്സിമം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. Selection process helps to choose the right candidates for the right job. അപ്പൊ ശരിയായ കാൻഡിഡേറ്റ്സിനെ ശരിയായ ജോലിയിൽ നിയമിക്കാനായിട്ട് സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോട്ടത്. സോ ദാറ്റ് അപ്പൊ അങ്ങനെ വരുമ്പോഴോ he can contribute his best effort towards the achievement of the organizational goals. അല്ലെ, by giving a standard performance as desired. ആ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു നല്ല നിലവാരമുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് എന്താണ് അത് നേടിയെടുക്കാൻ നമുക്ക് നല്ല കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ശരിയായ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളോടാണോ പറഞ്ഞിട്ടുള്ളത്, ക്ലാസ്സിലാണോ എന്നാവോ? ഇപ്പൊ എന്നെ കൊണ്ടുവന്ന് വേറൊരു പോസ്റ്റിലേക്ക് ഇടുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോ ഇത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള അവർക്കുള്ള കഴിവുകൾ എന്താണ് അതിനനുസരിച്ച് ശരിയായ പൊസിഷനിൽ നിയമിക്കുകയാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ആ കമ്പനിയുടെ ഗോള് നേടിയെടുക്കാനായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അവർക്ക് സംഭാവന ചെയ്യാൻ പറ്റും. വേറെ പോസ്റ്റിലാണെങ്കിൽ എനിക്ക് ഇത്രയും പെർഫോമൻസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അതിപ്പോ വേറൊരു സ്റ്റാഫിനെ കൊണ്ടുവന്ന് ടീച്ചിങ്ങിന്റെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസ്സുകൾ എടുക്കാൻ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഇത്രത്തോളം ആവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറയണേ? അപ്പൊ ശരിയായ ജോലിക്ക് ശരിയായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നേ? ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ അവര് മാക്സിമം കോൺട്രിബ്യൂഷൻ ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ള ഒരു ജോലിയാണെങ്കിൽ ഞാൻ നന്നായിട്ട് അവിടെ വർക്ക് ചെയ്യില്ലേ? എനിക്ക് അറിയാവുന്ന എനിക്ക് നല്ല രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു പോസ്റ്റ് ആണെങ്കിൽ എനിക്ക് മാക്സിമം എനിക്ക് ഒരു നല്ലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അതും അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടാ. സെന്റൻസ് ഉള്ളൂ. Dash process help to choose the right candidates for the right job. ഏത് പ്രോസസ്സാ? സെലക്ഷൻ പ്രോസസ്. അണ്ടർലൈൻ ചെയ്യുക എല്ലാവരും. അപ്പൊ അങ്ങനെ ശരിയായ കാൻഡിഡേറ്റ്സിനെ ശരിയായ പോസ്റ്റിൽ ഇടുമ്പോൾ എന്ത് പറ്റും? അവര് ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് നേടിയെടുക്കാൻ പരമാവധി സംഭാവന ചെയ്യും. ഓക്കെ, കോൺട്രിബ്യൂഷൻ. ഇനി നല്ലൊരു സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആ ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് നൽകിക്കൊണ്ട്. നാലാമത്തെ എന്താണ്? ജനറേറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ കുറിക്കുന്ന ഇൻഫർമേഷൻ സൃഷ്ടിക്കാനായിട്ട്, കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള വിവരങ്ങള് സൃഷ്ടിക്കാൻ, ജനറേറ്റ് ചെയ്യാൻ, പരിശോധിക്കാനൊക്കെ ആയിട്ട് സെലക്ഷൻ പ്രോസസ്സിന്റെ ലക്ഷ്യമാണ്. സെലക്ഷൻ ഓൾസോ ഹെൽപ്പ് ഇൻ എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ. എക്സ്ട്രാക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്ട്രാക്ട് ചെയ്യാ, വേർതിരിച്ചെടുക്കുക. എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്സ്. കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് വേർതിരിച്ചെടുക്കാൻ സെലക്ഷൻ പ്രോസസ് സഹായിക്കും. Then the candidates with a view to compare him with the evoking information. അവര് കൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങള് അതിൽ നിന്നും നമുക്ക് ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ആ ജോലിയുമായി ബന്ധപ്പെട്ടത് അത് വേർതിരിച്ചെടുക്കാനായിട്ട് സെലക്ഷൻ പ്രോസസ് ഹെൽപ്പ് ചെയ്യും. അതും അണ്ടർലൈൻ ചെയ്യുന്ന അവിടെ. Dash process helps in extracting information regarding the candidates with the view to compare with it, evoking information. Evoking എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ കൊണ്ടുവന്നിട്ടുള്ള
അവര് കൊണ്ടുവന്നിട്ടുള്ള ആ കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് വേർതിരിച്ചെടുക്കാൻ ഈ സെലക്ഷൻ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യുന്നു. Then regarding the candidates with view to compare with the other candidates, മറ്റു കാൻഡിഡേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യാനും പറ്റും. In order to reach a correct decision, മറ്റു കാൻഡിഡേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് ഈ സെലക്ഷൻ പ്രോസസ്സ് ഹെൽപ്പ് ചെയ്യും. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, അതായത് എങ്ങനെയാണ്, നമുക്ക് ശരിയായിട്ടുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ട് വേണം സെലക്ട് ചെയ്യാൻ. നമ്മൾ വെറുതെ ഒരാളെ കൊണ്ടുവന്ന് സെലക്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ ആ പോസ്റ്റിൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂല. ആ ജോബിന് എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ള സ്കിൽസ്, നോളജ്, ക്വാളിഫിക്കേഷൻ, ഇതൊക്കെ അനുസരിച്ച് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ തന്നെ വേണം സെലക്ട് ചെയ്യാൻ. അതിൽ നിന്ന് കാൻഡിഡേറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഇൻഫർമേഷൻസിൽ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നു, അതിൽ നിന്ന് തിരിച്ചെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ഓക്കെ, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തിട്ടും. അപ്പൊ ഞാൻ വേറൊരാളുണ്ട്, അപ്പൊ നമ്മളിൽ നോക്കും ആരാണ് ഏറ്റവും സ്യൂട്ടബിള്, അല്ലെ, ഏറ്റവും ക്വാളിഫിക്കേഷൻ ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് സ്കില്ലുള്ളത്. ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനെ പെർഫോമൻസ് ഒരുപോലെ ആണെന്നില്ല കേട്ടോ. അതും കൂടി നോക്കും, അവർക്ക് ആ കഴിവ്. ഇപ്പൊ ടീച്ചിങ്ങിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ അറിയാലോ, നമ്മൾ ഇവിടെ ആണെങ്കിലും വന്നു കഴിയുമ്പോൾ നമ്മൾ വെറുതെ നമുക്ക് ക്ലാസ്സുകൾ തരില്ല. ആദ്യം ഇവിടെ എന്താണ് ഒരു ഡെമോ ക്ലാസ് നമ്മൾ ഇവിടെ എടുത്ത് കാണിക്കണം. ഇന്റർവ്യൂ കാര്യങ്ങളുണ്ട്. നമ്മൾ ആ ഇന്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുകൾ കാണും. ഇവിടെ ക്ലാസ്സുകൾ കണ്ട് ഓക്കെ ആണ്, നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെ കുട്ടികൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമല്ലേ അതിന് കാര്യമുള്ളൂ. വെറുതെ ചിലപ്പോ ഒരുപാട് ഡിഗ്രി ഉള്ളവരൊക്കെ ചിലപ്പോ ഉണ്ടാവാം, പക്ഷെ അവർക്ക് ക്ലാസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇല്ലേ, നിങ്ങളെ പഠിച്ചപ്പോഴും അങ്ങനെ ഇല്ലേ? എല്ലാ ടീച്ചറും ഒരുപോലെയല്ലല്ലോ, എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ആയിരുന്നു. ചിലർക്ക് എന്താ ഒരു എക്സ്ട്രാ ഒരു ഇതുണ്ട്, അല്ലേ? നമുക്ക് ഇപ്പൊ എല്ലാവരുടെയും ക്ലാസ്സുകൾ ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ അങ്ങനെ? അതായത് എന്താ പറയാ, അവർക്ക് ആ ഒരു കഴിവുകളും കൂടി നോക്കിയിട്ട് എത്രത്തോളം കഴിവുകളുണ്ട്, അങ്ങനെ കാൻഡിഡേറ്റ്സിനെ കുറിച്ചുള്ള കറക്റ്റ് ഡിസിഷൻ, ശരിയായ തീരുമാനങ്ങൾ എടുക്കാനും കമ്പയർ ടു അതർ കാൻഡിഡേറ്റ്സ് വിവരങ്ങൾ ശേഖരിക്കാനും ഹെൽപ്പ് ചെയ്യും. അതൊരു ലക്ഷ്യമാണ് സെലക്ഷൻ പ്രോസസ്സിൽ. അതായത് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞ് വേണം സെലക്ട് ചെയ്യാൻ. അടുത്തത് അഞ്ചാമത്തേത് എന്താ പറയുന്നത്, സേവ് കോസ്റ്റ് ലാഭിക്കാൻ പറ്റും. എങ്ങനെയാ കോസ്റ്റ് ലാഭിക്കുന്നേ? അത് എന്താണ്, ഒരു സെലക്ഷന്റെ ഒരു ലക്ഷ്യമാണ്. ചെലവുകള് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ദ കമ്പാരിസൺ ബിറ്റ്വീൻ, അപ്പൊ അതിനകത്ത് ആ ഫസ്റ്റ് സെന്റൻസ് ഒരു സെന്റൻസ് ഉള്ളൂ, ആ ഡാഷ് ഇട്ടൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഡാഷ് ഹെൽപ്സ് ഇൻ എക്സ്ട്രാക്ടിങ് ഇൻഫർമേഷൻ, അതൊന്ന് നോക്കി വെക്കാം. ഇനി അടുത്ത നോക്കി, സേവ്സ് കോസ്റ്റ് ലാഭിക്കാൻ പറ്റുന്നു. The comparison between the right candidates and the right and the job requirements is very crucial. Crucial എന്ന് പറഞ്ഞാൽ എന്താ, നിർണായകമാണ്. എന്തിനാ? In order to enhance the employees' work performance. നമ്മൾ പറഞ്ഞതാണ് എന്താണ്, നമ്മള് ആ ശരിയായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. ആ ജോബിന്റെ ആവശ്യകതകൾക്ക് ശരിയായ കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. അത് നിർണായകമാണ്. എന്തിനു വേണ്ടി? അത് എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസിന്. നമുക്ക് ആ ഒരു പോസ്റ്റില് അതിന് പറ്റിയ ആളല്ലെങ്കിൽ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ പറ്റില്ല. ഏതാണോ വേക്കന്റ് ജോബ്, ആ ജോബിന് റിക്വയർമെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം, അതിന്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ വേണം. അങ്ങനെയുള്ള ഒരാളെ ആ പോസ്റ്റിൽ ഇരുത്തിയാലാണ് അവർക്ക് എംപ്ലോയിക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ണ്ടോ? അപ്പോ ശരിയായ കാൻഡിഡേറ്റ്സിനെ, ആ ജോബിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള ശരിയായ കാൻഡിഡേറ്റ്സ്, അതെന്ന് പറഞ്ഞാൽ വളരെയധികം നിർണായകമാണ്. എന്തിനു വേണ്ടി? വർക്ക് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ. ഇനി മിസ്മാച്ച്, അപ്പൊ നമ്മൾ എന്താണ്, കമ്പയർ ചെയ്യണം. മറ്റുള്ള കാൻഡിഡേറ്റ്സുമായിട്ട് കമ്പയർ ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെ വേണം അവിടെ സെലക്ട് ചെയ്യാൻ. Any mismatch in this respect can result in high loss of organization. ഇനി അവിടെ എന്താ, ജോലിയുടെ റിക്വയർമെന്റ്സ് ഒരെണ്ണം, ജോലിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരെണ്ണം, ആ കാൻഡിഡേറ്റ്സിന്റെ ക്വാളിഫിക്കേഷൻ വേറെയാണ്. അങ്ങനെ എന്തെങ്കിലും മിസ്മാച്ച് വരികയാണെങ്കിൽ എന്ത് പറ്റും? റിസൾട്ട് ഇൻ ഹൈ ലോസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് വലിയ നഷ്ടം സംഭവിക്കും. അതായത് ജോലിക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങള്, ആ സ്കില്ല്, നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാത്ത ഒരാളെയാണ്
അത് മാച്ച് അല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് അവിടെ ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഓർഗനൈസേഷന് വലിയ നഷ്ടം സംഭവിക്കാം. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ടേംസ് ഓഫ് എന്തിന്റെ രീതിയില്? മണി, പൈസ നഷ്ടം വരാം, ഓർഗനൈസേഷന് ടൈം നഷ്ടം വരാം, ആൻഡ് എനി അതർ ഫാക്ടേഴ്സ് സച്ച് ആസ് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. ഇനി ചിലപ്പോൾ വേണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടി വരാം. കറക്റ്റ് ജോലിക്ക് മാച്ച് അല്ലല്ലോ അവര് ആ ജോലിയിലേക്ക് അറ്റാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ട്രെയിനിങ് കൊടുക്കേണ്ടി വരാം. അതിന് വേണ്ടി വരുന്ന കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ്, അവിടെ പ്രവർത്തന ചെലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വരാം. ശരിയായ ആളല്ലെങ്കിൽ, ആ ജോബിന് ആവശ്യമായിട്ടുള്ള ശരിയായ ക്വാളിഫിക്കേഷൻ ഉള്ള ആളല്ലെങ്കിൽ ഓർഗനൈസേഷന് ഈ രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചത്. എങ്ങനെയൊക്കെ വരാം? പൈസയായിട്ടും ടൈമായിട്ടും, പിന്നെ അതുപോലെ തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി വരുന്ന ചെലവ്, പ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ചെലവ്, അങ്ങനെ നഷ്ടം വരാം. വിത്തിൻ ദ പാസേജ് ഓഫ് ദ ടൈം, അതോ കാലക്രമേണ എന്താവാം? എംപ്ലോയി മേ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്. ആ എംപ്ലോയിക്ക് ആ ജോലിയിലുള്ള താല്പര്യം നഷ്ടപ്പെടാം. ഈവൻ റിസൈൻ, അതിന് വേണമെങ്കിൽ ആ ജോലി വേണ്ടാന്ന് വെക്കാം, റിസൈൻ ചെയ്യാം, രാജിവെക്കാം. അല്ലെ, നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ജോലിയില് നമ്മൾ ഇങ്ങനെ ആവുമ്പോ നമുക്കത് പറ്റുമോ? കാലക്രമേണ നമുക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പോസ്റ്റ് അല്ലായിരുന്നു, നമ്മൾ ജോലിക്ക് കയറി കുറച്ച് ദിവസമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു താല്പര്യം നഷ്ടപ്പെടാം. എന്നുവെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളുടേതായ രീതിയിലുള്ളതല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ആ കാൻഡിഡേറ്റ്സിന് പിന്നീട് ആ ജോലിയിലുള്ള താല്പര്യം നഷ്ടപ്പെടാം, അങ്ങനെ ജോലി വേണമെങ്കിൽ രാജിവെക്കാനും ഇടയാകാം. ആസ് ദ റിസൾട്ട് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, അതിന് എന്താ, നമുക്ക് സംതൃപ്തി ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇതിനകത്തിരുന്നാലല്ലേ നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. നമ്മൾ നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിലല്ലേ നമുക്ക് നല്ല ആ ഒരു ജോലിയിൽ താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ അത് മാച്ച് അല്ലാതെ വരുമ്പോൾ എന്താണ്, അവർക്ക് ആ കാലക്രമേണ ആ ജോലിയോടുള്ള താല്പര്യം നഷ്ടപ്പെടാം. അങ്ങനെ വന്നിട്ട് അവർക്ക് അതിലൊരു അസംതൃപ്തരാകാം, അങ്ങനെ ആ ജോലി രാജിവെക്കാനും കാരണമാകാം. It is possible that the frustrated employee may pass on some negative and misrepresented news pertaining to the organization. Frustrated, അപ്പൊ അങ്ങനെ നിരാശനായ, frustrated എന്ന് പറഞ്ഞാൽ എന്താ? നിരാശനായ. അങ്ങനെ നിരാശനായിട്ടുള്ള എംപ്ലോയി എന്താ ചെയ്യുന്നതെന്നറിയോ? നെഗറ്റീവ് ഇംപ്രഷൻ, ആ സ്ഥാപനത്തെ കുറിച്ച് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ തുടങ്ങും. റെപ്രസെന്റഡ് ന്യൂസ്, തെറ്റായ വാർത്തകള്, ആ ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന തെറ്റായിട്ടുള്ള വാർത്തകള് പ്രചരിപ്പിക്കാൻ തുടങ്ങും. അങ്ങനെ നോക്കിയേ, ഓർഗനൈസേഷനെ സംബന്ധിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങള് അവര് അപാസ് ചെയ്യാൻ തുടങ്ങും. Which may result in, അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? Enormous loss in the long run. അതിന്റെ ഫലമായിട്ട് വലിയ ദീർഘകാലാടിസ്ഥാനത്തില് ആ കമ്പനിക്ക് വലിയ നഷ്ടത്തിനിടയാകാം. Hence, the continuous observation of the fit between the candidate's ability and the job requirement is necessary for an effective selection process. അല്ലെ, നമ്മൾ ജോലി പകുതി വെച്ച് വേണ്ടാന്ന് വെച്ചു, എന്നിട്ട് നമ്മൾ എന്ത് പറയും? അയ്യോ, എന്റെ ജോലി വേണ്ടാന്ന് വെച്ചേ, ആ കമ്പനി കൊള്ളില്ല, അങ്ങനെയല്ലേ പറയുള്ളൂ. നമുക്ക് പറ്റൂല എന്നല്ല നമ്മൾ പറയണേ. അവിടെ വർക്കിംഗ് ഭയങ്കര ടഫാണ്, അല്ലെങ്കിൽ ഭയങ്കര ഹെവി വർക്കാണ്, വർക്ക് ലോഡ് കൂടുതലാണ്, അല്ലെങ്കിൽ അത് സുഖമില്ല, അങ്ങനെയൊക്കെ അവര് തെറ്റായ കാര്യങ്ങൾ പറയാൻ തുടങ്ങും. അവർക്ക് ജോലി പോയില്ലേ, ജോലി പോവല്ല, അവര് രാജിവെച്ച് പോകുന്നു. അവർക്ക് ഇഷ്ടമല്ലാത്തവർ, ഇൻട്രസ്റ്റ് ഇല്ലാത്തവര് ജോലി രാജിവെച്ച് പോകുന്ന ആ ഫ്രസ്ട്രേറ്റഡ് എംപ്ലോയി, നിരാശനായിട്ടുള്ള എംപ്ലോയീസ് ആ ഓർഗനൈസേഷനെ കുറിച്ചുള്ള തെറ്റായ വാർത്തകൾ ചിത്രീകരിക്കാനും ഓർഗനൈസേഷനെ കുറിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറയാനും തുടങ്ങും. അപ്പൊ അങ്ങനെ വരുമ്പോൾ കമ്പനിക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ നഷ്ടം സംഭവിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം നമ്മള്? ഹെൻസ് കണ്ടിന്യൂസ് ഒബ്സർവേഷൻ ഓഫ് ദ ഫിറ്റ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലുള്ള ഫിറ്റാണ് നോക്കണ്ടേ? കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി, ജോബിന്റെ റിക്വയർമെന്റ്സും. അത് മസ്റ്റാണ്. ആ ജോലിയുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള എബിലിറ്റി വേണം കാൻഡിഡേറ്റ്സ്, അവര് ഫിറ്റ് ആവണം. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈസ് ദ നെസസറി ഫോർ ആൻ എഫക്റ്റീവ് സെലക്ഷൻ പ്രോസസ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്തൊക്കെയാ നമ്മുടെ സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഫലപ്രദമായിട്ട് വേണ്ട കാര്യം? എന്താ?
ആ ജോബിന്റെ ആവശ്യകതകൾ എന്താണോ അതിനനുസരിച്ച് കാൻഡിഡേറ്റ്സിന്റെ എബിലിറ്റി അങ്ങനെയുള്ള കഴിവുള്ള കാൻഡിഡേറ്റ്സിന് വേണം അവിടെ പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാം, അങ്ങനെ ഓർഗനൈസേഷന് നഷ്ടം സംഭവിക്കാം. അപ്പൊ നമുക്ക് നല്ല ഒരാളെ അല്ലെങ്കിൽ കറക്റ്റ് റൈറ്റ് കാൻഡിഡേറ്റ്സിന് റൈറ്റ് ജോബ് പൊസിഷനില് റൈറ്റ് കാൻഡിഡേറ്റ്സിന് നിയമിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, കമ്പനിക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അത് ലാസ്റ്റ് സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്തിട്ടാണ് അവിടെ. നെക്സ്റ്റ് നോക്കിയേ, ഫാക്ടർ അഫക്റ്റിംഗ് സെലക്ഷൻ. ഫാക്ടർ, അപ്പൊ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ട് സെലക്ഷന്റെ ഇമ്പോർട്ടൻസ്, ഒബ്ജക്റ്റീവ്സ്, suitable കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാൻ, ആപ്ലിക്കൻസിന്റെ കേപ്പബിലിറ്റീസ് വെരിഫൈ ചെയ്യാൻ, ശരിയായ ജോബിന് ശരിയായ കാൻഡിഡേറ്റ്സിനെ പ്ലേസ് ചെയ്യാൻ, കാൻഡിഡേറ്റ്സിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ, ഓർഗനൈസേഷന്റെ കോസ്റ്റ് ലാഭിക്കാൻ, ഓർഗനൈസേഷന് വരുന്ന ചെലവ് ലാഭിക്കാൻ. ഇനി നോക്കിയ ഫാക്ടർ അഫക്റ്റിംഗ് സെലക്ഷൻ. സെലക്ഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2 തരത്തിലുള്ള ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ഇന്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട്. Internal and the external environment factors affecting the selection. Selection affecting the factors, internal environment factors, external environment factors. അതിനകത്ത് ഒന്നാമത്തെ നോക്കി internal environment factors. Internal environment factors which affect the selection process. Selection processനെ affect ചെയ്യുന്ന ഒരു internal environment factors ആണ്. ഏതൊക്കെയാണ് ഇത് ചോദിക്കാം കേട്ടോ. Internal environment factors വരുന്നത് ഏത്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് വരുന്നത് ഏതെന്ന് ചോദിക്കാം. എന്തിനുള്ള സെലക്ഷൻ പ്രോസസ്സിനെ which affect the selection process. സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഇന്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഒന്നാമത്തെയാണ് സൈസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന്റെ വലിപ്പം, ആ ഒരു സ്ഥാപനത്തിന്റെ വലിപ്പം സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. ഓക്കെ, selection process is influenced by the size of the organization. ഈ സെലക്ഷൻ പ്രോസസ് എന്ത് സ്വാധീനിക്കുന്നു? ആ ഓർഗനൈസേഷന്റെ വലിപ്പം. ഓർഗനൈസേഷന്റെ വലിപ്പം നമ്മൾ ആ സെലക്ഷൻ പ്രോസസ്സിൽ സ്വാധീനിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, small organization use a more informal selection process. അണ്ടർലൈൻ ചെയ്തിട്ട്, ചെറിയ സ്ഥാപനങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ അവരുടെ കൂടുതൽ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അനൗപചാരികമായിട്ടുള്ള, വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല, ചെറിയൊരു കമ്പനിയല്ലേ, ചെറിയൊരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവര് വലിയ രീതിയിലോ വലിയ ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഇല്ല. അവരവിടെ യൂസ് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ് എങ്ങനെ കുറച്ചുകൂടി ലിബറലായിരിക്കും. അതായത് അവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ്, കൂടുതൽ അനൗപചാരികമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ആണ് സ്മോൾ ഓർഗനൈസേഷൻസ് ഉപയോഗിക്കുന്നത്. അങ്ങനെയല്ലേ? ഒരു ചെറിയൊരു കമ്പനിയിലാണെങ്കിൽ അത്ര വലിയതൊന്നുമില്ല. എന്നാൽ വലിയ കമ്പനി ആണെങ്കിൽ ആ സെലക്ഷൻ പ്രോസസ് കുറച്ചും കൂടി ഫോർമൽ ആയിരിക്കും. ഓക്കെ, ഇൻ കമ്പാരിസൺ ടു ദ ബിഗ് ഓർഗനൈസേഷൻ, വലിയ ഓർഗനൈസേഷനുകളെ സംബന്ധിച്ച് ചെറിയ ഓർഗനൈസേഷനുകളിൽ കൂടുതൽ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ് ആണ്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, അനൗപചാരികമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ് ആണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. which generally rely upon the formal and systematic selection process. ഏതിനേക്കാളും ഫോർമൽ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സിനേക്കാളും അവര് ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ചെറിയ മോർ ഇൻഫോർമൽ സെലക്ഷൻ പ്രോസസ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ, ആ ഒരു സ്ഥാപനത്തിന്റെ type. Organization that have a complicated structure significantly require a refined working structure. അതായത് ആ ഓർഗനൈസേഷനെ നമ്മൾ നോക്കും. ടൈപ്പ് ഓഫ് ദ ഓർഗനൈസേഷൻ, ഏത് ഓർഗനൈസേഷൻ ആണ് അത് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. നോക്കിയേ, organization that have a complicated structure significantly required a refined working structure. അതായത് നമുക്ക് പറഞ്ഞേക്കുന്നത് അത് സങ്കീർണമായ ഘടനയുള്ള അല്ലെങ്കിൽ നന്നായി രൂപപ്പെടുത്തിയിട്ടുള്ള ഇതാണ്. ആ ഓർഗനൈസേഷൻ വലുതാവും തോറും അങ്ങനെയാ ചെയ്യുന്നത്, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും.
prepared refined working structure, നന്നായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഘടന വേണം. Most organizations split their organization structure into 3 basic types. Underline ചെയ്തിട്ടേ, മിക്ക ഓർഗനൈസേഷനും അവരുടെ ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ 3 രീതിയിലാണ്, 3 ബേസിക് ടൈപ്പിലാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ലൈൻ സ്ട്രക്ചർ ഉണ്ട്, അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. 1 ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലൈൻ സ്ട്രക്ചർ, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. മൂന്നാമത്തെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. 3 ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. അതിന്റെ ഉള്ളിലുണ്ട് കേട്ടോ 3 കാര്യങ്ങള്. ഓക്കെ, ലൈൻ സ്ട്രക്ചർ, രണ്ടാമത്തെ ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ, മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒന്നാമത്തെ നോക്കി, line structure. One type is line structure where the specific duties are set to be performed from top to bottom. അവിടെ എങ്ങനെയാണ് ഡ്യൂട്ടീസ്, എങ്ങനെയാണ് മുകളിൽ ടോപ്പ് ടു ബോട്ടം, മുകളിൽ നിന്ന് താഴേക്ക് എന്ന രീതിയിലാണ് കടമകൾ നിർവഹിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ടോപ്പ്, പിന്നെ താഴെ താഴെ താഴെ, അങ്ങനെ ഏറ്റവും താഴെ, അങ്ങനെയാണ് അവിടുത്തെ വർക്കിംഗ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതാണ് ലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് നിർദ്ദിഷ്ട കടമകൾ നിർവഹിക്കാൻ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഘടനയാണ് ലൈൻ സ്ട്രക്ചർ. ടോപ്പ് ടു ബോട്ടം, അത്ര നോക്കിയാൽ മതി. ഡ്യൂട്ടീസ് ആർ സെറ്റ്. ഡ്യൂട്ടി എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ, എങ്ങനെ നിർവഹിക്കാനാ, എങ്ങനെ നിർവഹിക്കുന്നേ, ടോപ്പ് ടു ബോട്ടം. ക്ലിയർ അല്ലേ? ലൈൻ സ്ട്രക്ചറില് where the specific duties are set to be performed from the top to bottom. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക്. യെസ്. രണ്ടാമത് നോക്കിയേ, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ. അതെങ്ങനെയാ? ഡ്യൂട്ടീസ് ആർ ഡിഫൈൻഡ് ബൈ ദ സ്റ്റാഫ് ആൻഡ് ദ ലൈൻ. സ്റ്റാഫ് ആൻഡ് ലൈൻ ഡ്യൂട്ടീസ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കണേ? സ്റ്റാഫിനും ലൈനും. ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ മാനേജേഴ്സ്. ഓക്കെ, വിത്ത് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ദ ലൈൻ മാനേജേഴ്സ്. സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് ആരെ? ലൈൻ മാനേജേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. അതായത് അങ്ങനെ സ്റ്റാഫ് ലൈൻ അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്, അവിടെ ഡ്യൂട്ടി ചെയ്തേക്കുന്നത്. ഈ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജർ. ലൈൻ മാനേജറിനെ സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലൈൻ മാനേജർ എന്ന് പറഞ്ഞാലേ ഒരു ടീമിന്റെ പ്രവർത്തനങ്ങളെ നയിക്കാനും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ആളാണ് മാനേജർ. കണ്ടോ, ലൈൻ മാനേജർ. ഓക്കെ, ഓക്കെ. ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഡ്യൂട്ടീസ് എങ്ങനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ബൈ സ്റ്റാഫും ലൈനും. സ്റ്റാഫും ലൈനും അങ്ങനെയാണ്. വിത്ത് സ്റ്റാഫ് ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിംഗ് ദ ലൈൻ മാനേജേഴ്സ്. ഡിപ്പാർട്ട്മെന്റ് മൂന്നാമത്തെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതിലെങ്ങനെയാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. വിത്ത് പീപ്പിൾ സ്പെഷ്യലൈസ്ഡ് ഇൻ ഏതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സില്, മാർക്കറ്റിംഗില്, എഞ്ചിനീയറിംഗില്, ഫിനാൻസില്, ഇതൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പീപ്പിൾ ആളുകള് അവരാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പാർട്ട്മെന്റുകള് ആ പ്രവർത്തനങ്ങള് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ഇവരൊക്കെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ്, എഞ്ചിനീയറിംഗ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റുകളാണ് അവിടുത്തെ കാര്യം ചെയ്യുന്നത്. ഫംഗ്ഷൻ വിവിധ എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? വിത്ത് ഹെൽപ്പ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അപ്പൊ 3 ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അവിടെ ലൈൻ സ്ട്രക്ചർ ഉണ്ട്, ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചർ ഉണ്ട്, മൂന്നാമത്തെയാണ് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ലൈൻ സ്ട്രക്ചറിൽ എങ്ങനെയാ? ടോപ്പ് ടു ബോട്ടം. ഓക്കെ, ഡ്യൂട്ടി എങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്? എങ്ങനെ ചെയ്യണം? ടോപ്പ് ടു ബോട്ടം. ലൈൻ ആൻഡ് സ്റ്റാഫ് സ്ട്രക്ചറിലെ ഡ്യൂട്ടി ഡിഫൈൻ ചെയ്തേക്കുന്നത് സ്റ്റാഫിനും ലൈനും ഉണ്ട്, ലൈൻ മാനേജേഴ്സിനും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും പോലെ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ? സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അവിടെ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹായത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. The selection process varies with the type of the organization structure. അപ്പൊ ഏത് ടൈപ്പ് ഓർഗനൈസേഷൻ ഘടന ഏതാണ്? ഏത് തരത്തിലുള്ള ഓർഗനൈസേഷൻ
സ്ട്രക്ചർ ഏതാണ് അതിനനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സ് വ്യത്യാസപ്പെടാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അത് സെലക്ഷൻ പ്രോസസ് ക്യാൻ വേരീസ് വിത്ത് ദ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഓർഗനൈസേഷന്റെ ഘടന അതിനനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സ് വ്യത്യാസപ്പെടാം. ഇനി അടുത്തത് സി എന്താണ്? നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ. നേച്ചർ ഓഫ് സോഷ്യൽ പ്രഷർ, സാമൂഹിക മർദ്ദത്തിന്റെ ഒരു സോഷ്യൽ പ്രഷർ, സാമൂഹിക മർദ്ദത്തിന്റെ സ്വഭാവം, നേച്ചർ. Selection process is influenced by social pressure. ഇനി സോഷ്യൽ സാമൂഹിക പ്രഷർ, സമ്മർദ്ദം ഉണ്ടല്ലോ സെലക്ഷൻ പ്രോസസ്. as well as because selection of human resource is generally influenced by the എന്തിനെ സ്വാധീനിക്കുന്നു? ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആൻഡ് കോർട്ട് ഡിസിഷൻ. ഇതിനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. കണ്ടോ, കോടതിയുടെ തീരുമാനങ്ങള് ഏതൊരു സ്ഥാപനത്തിനും സമൂഹത്തിനുള്ളില് ചില സാമൂഹിക നിയമനിർമ്മാണ നിബന്ധനകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായിട്ട് അവര് പ്രവർത്തിക്കേണ്ടതുണ്ട്. അതായത് നമ്മള് സെലക്ഷൻ പ്രോസസ്സ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ആണ് നമ്മൾ പറഞ്ഞ സെലക്ഷൻ പ്രോസസ്സ് ഏതൊക്കെയാണ്? അതിനകത്ത് നമുക്ക് ആ സോഷ്യൽ പ്രഷർ ഒരു ഫാക്ടറാണ്, അതിന്റെ സ്വഭാവം. അതായത് നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സിന്റെ സോഷ്യൽ പ്രഷർ, സൊസൈറ്റി, സമൂഹം അല്ലെ, സാമൂഹിക മർദ്ദം, അത് ഒരു പ്രഷർ. നമ്മളിപ്പോ ഒരു ജോലിക്ക് ഇല്ലാതെ പുറമേന്റെ പ്രഷർ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കിട്ടൂലേ? ആരെങ്കിലും ഒക്കെ നമുക്ക് പറയുകയാണെങ്കിലോ അല്ല. അതുപോലെ തന്നെ നിയമങ്ങള്, ഇത്ര സീറ്റ്, ഇത്ര ഇങ്ങനെ ബാക്ക്വേർഡ് കാസ്റ്റ് അങ്ങനെയൊക്കെ ഇല്ലേ? ആ ഒരു നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ്, കോർട്ട് ഡിസിഷൻ, കോടതിയുടെ തീരുമാനങ്ങൾ, അതിനെയൊക്കെ സ്വാധീനിക്കുന്നു. Every organization has to function with the society under some social and legislative terms and conditions. Social, സാമൂഹികോ ലെജിസ്ലേറ്റീവ് നിയമപരമായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയുള്ള ഒരു സൊസൈറ്റിയുടെ ഉള്ളിലാണെന്ന്, ഇതിന്റെ സൊസൈറ്റിയുടെ ഉള്ളിലാണ് എല്ലാ ഓർഗനൈസേഷനും പ്രവർത്തിക്കുന്നത്. എല്ലാ ഓർഗനൈസേഷനും എന്താണ് പ്രവർത്തിക്കുന്നത്? എന്താണ്? ഒരു സൊസൈറ്റിയുടെ ഉള്ളിലാണ്. അവിടെ സൊസൈറ്റിന്ന് പല പ്രഷറുകളുണ്ട്. അതിന് റിക്രൂട്ട്മെന്റ് സെലക്ഷനെ പ്രോസസ്സിനെ അത് അഫക്ട് ചെയ്യുന്ന പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ലാസ്റ്റ് സെന്റൻസ് നോക്കിയേ. എവരി ഓർഗനൈസേഷൻ ഹാസ് ടു ഫങ്ഷൻ വിത്തിൻ ദ സൊസൈറ്റി under social and legislative terms and conditions. ആദ്യത്തെ സെന്റൻസ് ഉള്ളൂ, ആദ്യത്തെയും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോടെ. Selection of human resources is greatly influenced by legislation, executive orders and court decision. ആ മൂന്ന് കാര്യങ്ങളും ഒന്ന് അണ്ടർലൈൻ ചെയ്തോടെ. Legislation, executive orders and court decision. ഇനി അടുത്തതാണ് ദി കാൻഡിഡേറ്റ്സ് പൂൾ. കാൻഡിഡേറ്റ്സിന്റെ കൂട്ടം. പൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ്. കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു പൂള്, ഒരു കൂട്ടം സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. സെലക്ഷൻ പ്രോസസ് ഈസ് അഫക്റ്റഡ് ബൈ ദ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്. ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. എങ്ങനെയാ നോക്കിയേ? It can be effective process only if the applicant list is large. ശരിയല്ലേ? ആപ്ലിക്കൻസിന്റെ ലിസ്റ്റ് വലുതാണെങ്കിൽ മാത്രമേ സെലക്ഷൻ പ്രോസസ്സ് കൂടുതൽ ഫലപ്രദമാകുകയുള്ളൂ. എഫക്റ്റീവ് പ്രോസസ് ആവുള്ളൂ, ഫലപ്രദമായിട്ടുള്ള പ്രോസസ് ആവുള്ളൂ. ആൻഡ് കൺസിസ്റ്റ് ഓഫ് കോമ്പീറ്റന്റ് ആപ്ലിക്കൻസ് ഫോർ ദ സ്പെസിഫിക് ജോബ് പൊസിഷൻ. അതായത് ആ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ. അതായത് സെലക്ഷൻ പ്രോസസ്സ് കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ കുറെ ആപ്ലിക്കൻസ് വേണ്ടേ, കുറെ കാൻഡിഡേറ്റ്സ് വേണ്ടേ, ഗ്രൂപ്പ് കൂടുതൽ വേണ്ടേ? ഇപ്പൊ നമ്മൾ പറയാം ഒരു സ്ഥാപനത്തിന് 10 ഒഴിവുള്ളൂ, ആകെ 12 പേര് അതിലേക്ക് അപ്ലൈ ചെയ്തുള്ളൂ. അപ്പൊ എന്താ പറയുക? കാൻഡിഡേറ്റ്സിന്റെ കൂട്ടം കുറവാണ്, കുറച്ച് പേരുള്ളൂ. 12 പേര് ആകെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ, അതിന് 10 പേരെ സെലക്ട് ചെയ്യണം. അപ്പൊ അതാണ് സെലക്ഷൻ പ്രോസസ് അത്ര എഫക്റ്റീവ് ആവില്ലല്ലോ. എന്നാൽ നമ്മൾ 100 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആ 100 പേരിൽ നോക്കിയിട്ട് ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള 10 പേരെ സെലക്ട് ചെയ്യാം അല്ലെ? അപ്പൊ ഒരു സെലക്ഷൻ പ്രോസസ് എപ്പോഴും ഫലപ്രദമാകണമെങ്കിൽ എന്ത് വേണം? ഒരു ലിസ്റ്റ് ഓഫ് ആപ്ലിക്കൻസ്, ഒരു കൂട്ടം ആപ്ലിക്കൻസ് വേണം. ക്ലിയർ ആയോ? ആപ്ലിക്കൻസിന്റെ കൂട്ടം കൂടുന്നതിന് അല്ലെങ്കിൽ ആപ്ലിക്കൻസിന്റെ എണ്ണം കൂടുന്നതിന് അനുസരിച്ച് സെലക്ഷൻ പ്രോസസ് കൂടുതൽ ഇതല്ലേ?
100 പേരിൽ നിന്ന് നമ്മൾ 10 പേരെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള 10 പേരെ സെലക്ട് ചെയ്യണേ. എന്നാൽ 12 പേരിൽ നിന്ന് 10 പേരെ സെലക്ട് ചെയ്യും ചിലപ്പോൾ ഇച്ചിരി മോശമുള്ളവരെ സെലക്ട് ചെയ്തേണ്ടി വരാം. ആ പോസ്റ്റ് നികത്താൻ വേണ്ടി ചിലപ്പോൾ അത്രയും ആ ജോലിക്ക് ആപ്റ്റ് അല്ലാത്തവരെ ചിലപ്പോൾ നമുക്കത് സെലക്ട് ചെയ്യേണ്ടി വരാം. പക്ഷെ 100 പേരിൽ നിന്ന് സെലക്ട് ചെയ്യുമ്പോൾ അത് കിട്ടുമായിരിക്കും അല്ലെ? ഇത് പറയുകയാണെങ്കിൽ നല്ല കിട്ടുമായിട്ട് കിട്ടൂല നമുക്ക് അല്ലെ? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കിട്ടൂലത്. ഓക്കെ, അപ്പൊ സെലക്ഷൻ പ്രോസസ് എപ്പോഴും ഫലപ്രദമാവണമെങ്കിൽ എന്ത് വേണം? കുറെ അപ്ലിക്കൻസ് വേണം. അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന്റെ കൂട്ടം എണ്ണം കൂടുന്നതിനനുസരിച്ച് സെലക്ഷൻ പ്രോസസ് നല്ല സൂപ്പർ ആയിരിക്കും. ഓക്കെ, the number of applicants selected for the specific position when compared with the total applicants gives the selection ratio. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? The number of applicants selected for a specific position. ഒരു നിർദ്ദിഷ്ട പൊസിഷൻ അതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ എണ്ണം അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? കമ്പയർ വിത്ത് ടോട്ടൽ ആപ്ലിക്കൻസ്. മൊത്തം അവിടെ എത്ര ആപ്ലിക്കൻസ് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ആപ്ലിക്കൻസിന്റെ നമ്പർ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അതാണ് സെലക്ഷൻ റേഷ്യോ. ഓക്കെ, ഇതാണ് സെലക്ഷൻ റേഷ്യോ. The number of applicants selected for the specific position ഏതുമായിട്ട് കമ്പയർ ചെയ്യണം? When compared with the total applicants gives the selection ratio. ഇപ്പൊ 100 ആപ്ലിക്കൻസ് 10 പേര് സെലക്ട് ചെയ്തു. ഏതാ റേഷ്യോ? എങ്ങനെ എഴുതാം നമുക്ക്? റേഷ്യോ എങ്ങനെ എഴുതും? റേഷ്യോ selected number of selected applicants 10, total applicants 100. റേഷ്യോ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ആരും ഇല്ലേ? എല്ലാവരും ഇതൊക്കെ ഓണാക്കി വെച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ പോയോ? അങ്ങനെ എഴുതും നിഷ, സൂര്യ, അംശന, രചിത, എങ്ങനെ എഴുതാം നമുക്കപ്പൊ റേഷ്യോ? വെറുതെ ഒന്ന് എഴുതിയതാ, ഇതൊന്നും ചോദിക്കൊന്നും കേട്ടോ. റേഷ്യോ ചെയ്താലൊന്നും ചോദിക്കില്ല, ഞാൻ വെറുതെ ചോദിച്ചപ്പോ സെലക്ഷൻ റേഷ്യോ എങ്ങനെ എഴുതാം നമുക്ക്? അനു, വിദ്യ, ഇങ്ങനെ എഴുതും 10:100 എഴുതിക്കൂടെ? നമ്പർ ഓഫ് ആപ്ലിക്കൻസ് സെലക്ടഡ് എത്രയാ? സെലക്ട് ചെയ്ത് 10. ടോട്ടൽ ആപ്ലിക്കൻസ് എത്രയാ? 100. റേഷ്യോ എങ്ങനെ എഴുതാം? 10:100 എഴുതിക്കൂടെ സിമ്പിൾ ആയിട്ട്? സെലക്ഷൻ റേഷ്യോ മനസ്സിലായോ? അത് എന്താണ് സെലക്ഷൻ റേഷ്യോ? സെലക്ട് ചെയ്ത ആപ്ലിക്കൻസ്, ഓക്കെ, സെലക്ട് ചെയ്ത ആപ്ലിക്കൻസ് അവിടെ ടോട്ടൽ ആപ്ലിക്കൻസ് അവരുമായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ ആ റേഷ്യോ ആണ് സെലക്ഷൻ റേഷ്യോ. ഇനി അടുത്ത് നോക്കിയേ, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇനി സ്പീഡ്, ആ ഡിസിഷൻ, നമുക്ക് ആ ഡിസിഷൻ എടുക്കണം, സെലക്ഷൻ ഡിസിഷൻ, അതിന്റെ സ്പീഡ് അത് okay. The selection process is affected by the time provided for making the selection decision. Selection decision ഉണ്ടാക്കാനുള്ള ആ ഒരു ടൈം, അതിന് വേണ്ടിയിട്ടുള്ള അനുവദിച്ചിട്ടുള്ള ടൈം ഈ സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നു. സെലക്ഷൻ ഡിസിഷൻ എടുക്കുന്നതിന് നൽകിയിരിക്കുന്ന സമയം അത് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ടൈം. Selection process is affected by the time എന്തിനു വേണ്ടി? Provided for making the selection decision. Then organization can avoid legal problems by strictly following the selection policies and the procedure. ഈ സെലക്ഷൻ പോളിസികള്, പ്രൊസീജിയർ, നടപടിക്രമങ്ങള്, നയങ്ങള് ഇതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റും? ലീഗൽ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റൂലേ? നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റൂലേ? കറക്റ്റ് പോളിസി പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് നമ്മൾ സെലക്ഷൻ പ്രോസസ് നടത്തുകയാണെങ്കിൽ ഒത്തിരി ലീഗൽ ആയിട്ടുണ്ടാകുന്ന, നിയമപരമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. Organization can avoid legal problems by strictly following the selection process and procedure. Clear അല്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. പോളിസി പ്രൊസീജിയർ ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യൂലേ? അങ്ങനെ ചെയ്യുന്നത് വഴി ഒത്തിരി ലീഗൽ പ്രോബ്ലംസ് ഓർഗനൈസേഷന് ഒഴിവാക്കാൻ പറ്റും. ഇനി അപ്പൊ അത്രയാണ് ഇന്റേണൽ പറഞ്ഞത്. ഏതൊക്കെയാണ് പെട്ടെന്ന് നോക്കി? ഇന്റേണൽ ഏതൊക്കെയാണ്? ഓർഗനൈസേഷന്റെ വലിപ്പം, ഓർഗനൈസേഷന്റെ തരം, ഏത് ടൈപ്പ് ആണ്. അടുത്തത് സോഷ്യൽ പ്രഷർ, ഇതിന്റെ നേച്ചർ, കാൻഡിഡേറ്റ്സിന്റെ പൂള്, സ്പീഡ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് നോക്കിയേ.
External environmental factors which influence the selection process includes selection process in ഉൾപ്പെടുന്ന external environmental factors നോക്കാം. ഏതാന്നൊക്കെ nature of the labor marketന്റെ സ്വഭാവം, ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകള്, ഗവൺമെന്റ് റെഗുലേഷൻ ഗവൺമെന്റ് നിയന്ത്രണങ്ങള്, ഇതൊക്കെ പുറമേ നിന്നുള്ള എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ്. Nature of the labor market. Selection process is affected by the nature of the labor market as well. Underline ചെയ്തിട്ടേ, labor market, തൊഴിലാളി labor മാർക്കറ്റിനെ ബേസ് ചെയ്തിരിക്കും. For example, ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. The selection process will be short and simple. Selection process ചെറുതും സിമ്പിളും ആവുന്ന എപ്പോഴാ? If there are very few applicants. കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ അല്ലെ. ഹാവിംഗ് റിക്വയർഡ് നോളജ് ആൻഡ് സെറ്റ് ഓഫ് സ്കിൽസ് തിരിച്ചും അതിന്റെ വൈസ് വേഴ്സ തിരിച്ചും അങ്ങനെ. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. ഇഫ് ദെയർ ആർ വെരി ഫ്യൂ ആപ്ലിക്കൻസ്, വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ. ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള നോളജ് ക്വാളിഫിക്കേഷൻ സ്കില്ലുള്ള വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ എങ്കിൽ സെലക്ഷൻ പ്രോസസ് സിമ്പിൾ ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും. കുറച്ച് സമയം പോരെ? 100 ആപ്ലിക്കൻസ് ഉണ്ട്, വേണ്ട അത് നമുക്ക് തിരിച്ചു പറയുമ്പോ പറയും. അതായത് 5 ആപ്ലിക്കൻസേ ഉള്ളൂ, 2 പേരെ നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അപ്പൊ സെലക്ഷൻ പ്രോസസ്സ് കുറച്ച് സമയം പോരെ? 5 പേരെ നോക്കിയാൽ പോരെ നമ്മള്? 5 പേരെ നമ്മൾ റിക്രൂട്ട്മെന്റ് കാര്യങ്ങൾ ചെയ്താൽ പോരെ? 5 പേരെ. അപ്പൊ കുറച്ചും കൂടി ചെറുതാകാം, കുറച്ച് സമയം മതി. ഷോർട്ട് ആവാം, സിമ്പിൾ ആകാം. എന്നാൽ ആ സമയത്ത് 100 പേരെ നമ്മൾ നോക്കണമെങ്കിലോ, 100 ആപ്ലിക്കൻസ് കൂടുതലുണ്ടെങ്കിലോ നമുക്കത് കുറച്ചും കൂടി ഭയങ്കര ഹാർഡായിരിക്കും അല്ലെ. അത്രയും പേരെ നോക്കണ്ടേ? അതുപോലെ സിമ്പിൾ അല്ല അല്ലെ, ടഫ് ആയിരിക്കും. അവിടെ ടഫായിട്ടും വരാം. അതാണ് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. The selection process will be short and simple if there are very few applicants. വളരെ കുറച്ച് ആപ്ലിക്കൻസേ ഉള്ളൂ എങ്കിൽ സെലക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കും? ഷോർട്ട് ആൻഡ് സിമ്പിൾ. ക്ലിയർ ആണോ? അവിടെ ഉണ്ടോ? അത് ഊണൊക്കെ കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞിരുന്ന് ഉറങ്ങുവാണോ? ഞാൻ എന്തായാലും ഞാൻ ഉറങ്ങാണോ? അവിടെ ഉണ്ടെന്നാണോ? ഓക്കെ, അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ അല്ലെ? ഉറങ്ങാൻ നല്ലല്ലോ അല്ലെ? ഓക്കെ, ഉണ്ട്. യെസ്, എല്ലാവരും അവിടെ ഉണ്ടെന്നാ പറഞ്ഞേ. പിന്നെ പറഞ്ഞത് നമ്മൾ അവിടെ ഈ ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവേ ഉള്ളുവെങ്കിൽ സെലക്ഷൻ പ്രോസസ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ആകും. അണ്ടർലൈൻ ചെയ്തു അത് അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ട്രേഡ് യൂണിയൻ ഉണ്ട്, ഇനി തൊഴിലാളി സംഘടനകളുണ്ട്. അത് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്ന ഇതാണ്. അത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്ന. അതും ചോദിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടർ വിച്ച് അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്? ഇതൊക്കെയാണ് നേച്ചർ ഓഫ് ദ ലേബർ മാർക്കറ്റ്, രണ്ടാമത്തെ ട്രേഡ് യൂണിയൻ, തൊഴിലാളി സംഘടനകള്. ട്രേഡ് യൂണിയൻ ഓൾസോ അഫക്ട് ദ സെലക്ഷൻ പ്രോസസ്. ട്രേഡ് യൂണിയനുകൾ, തൊഴിലാളി സംഘടനകള് സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യും. ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രൊസീജിയറിനെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് തൊഴിലാളി സംഘടനകള്. ഫോർ എക്സാമ്പിൾ, ട്രേഡ് യൂണിയൻ sometimes recommended some of the applicants for the job and even demanded for their selection. അല്ലെ, ഈ ട്രേഡ് യൂണിയൻ തൊഴിലാളി സംഘടനകള് അവർക്കൂടെ ചിലപ്പോൾ ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യൂലേ? ചില ആപ്ലിക്കൻസിന് ആ ജോലി അവർക്ക് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് അവരെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്യാറില്ലേ? അല്ലേ? തൊഴിലാളി സംഘടനകള് അവർക്കുടെ യൂണിയനിലുള്ള ആളെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരങ്ങനെ ഒരാളെ അവരിൽ നിന്ന് എടുക്കണം, അങ്ങനെയൊക്കെ ഡിമാൻഡ് ചെയ്യാം. ട്രേഡ് യൂണിയൻ സംടൈംസ് റെക്കമെൻഡ് സം ഓഫ് ദ ആപ്ലിക്കൻസ് ഫോർ ദ ജോബ്. ചില ജോബിന് ആപ്ലിക്കൻസിനെ അവർക്ക് വേണമെങ്കിൽ റെക്കമെൻഡ് ചെയ്യാം, ശുപാർശ ചെയ്യാം. ആൻഡ് ഈവൻ ഡിമാൻഡഡ് ഫോർ ദെയർ സെലക്ഷൻ. അവർക്ക് എന്താ ഡിമാൻഡ് ചെയ്യാം? സെലക്ഷന് ഡിമാൻഡ് ചെയ്യാം, സെലക്ട് ചെയ്യണമെന്ന് അവർക്ക് ഡിമാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ട്രേഡ് യൂണിയനുകളും സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഗവൺമെന്റ് റെഗുലേഷൻ. ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളുണ്ട്. ഓർഗനൈസേഷൻ നീഡഡ് ടു ഫോളോ സെലക്ഷൻ നോംസ്. മാനദണ്ഡങ്ങള്, നോംസ്, സെലക്ഷൻ നോംസ് ഡിഫൈൻഡ് അണ്ടർ ദ regulations prescribed by the government.
Thus, the government rules and the regulations such as legislation also affect the execution of the selection procedure in an organization. ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ചില നിയന്ത്രണങ്ങള് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ചില നിയന്ത്രണങ്ങൾ പ്രകാരം സ്ഥാപിച്ചിരിക്കുന്ന സെലക്ഷൻ ലോസുകൾ ഓർഗനൈസേഷൻ പാലിക്കേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ ചില പ്രൊസീജിയറുകൾ ഓർഗനൈസേഷൻ പാലിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ അതിനാൽ നമുക്ക് ലെജിസ്ലേഷൻ നിയമനിർമ്മാണം പോലുള്ള ഒരു ഓർഗനൈസേഷന്റെ സെലക്ഷൻ പ്രോസസ്സിന്റെ നടപടിക്രമങ്ങള് ലെജിസ്ലേഷൻ ഓൾസോ അഫക്ട് നിയമനിർമ്മാണം അതിനെ അഫക്ട് ചെയ്യും. അതായത് ആ കറക്റ്റ് ലോ റൂൾസ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പാടുന്നുണ്ട്. കണ്ടോ, അതാണ് ഗവൺമെന്റിന്റെ നിയന്ത്രണങ്ങളും സെലക്ഷൻ പ്രോസസ്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ എന്താണ് ആ സ്ഥാപനം ചിലപ്പോ ചെയ്യേണ്ടി വരാം. അതാണ് ഗവൺമെന്റിന്റെ ചില നിയന്ത്രണങ്ങളുണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. ഓർഗനൈസേഷൻ അത് ഫോളോ ചെയ്യണം. സെലക്ഷൻ നോട്ട്സ്, സെലക്ഷൻ മാനദണ്ഡങ്ങൾ വരുമ്പോൾ എന്താണ് ആ ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ അതിന്റെ കീഴിലായിരിക്കണം, അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഇത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ വരുന്നത്. ഇനി സെലക്ഷന്റെ നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞത്, ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഔട്ട്കം ആണ്. സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കം, ഫലം എന്താണ്? ഔട്ട്കംസ് ഓഫ് സെലക്ഷൻ ഡിസിഷന്റെ ഫലങ്ങൾ. ഇവിടെ നിങ്ങൾ 4 കാര്യങ്ങൾ നോട്ട് ചെയ്യണം. ഒരു സെലക്ഷൻ ഡിസിഷന്റെ ഫലം, ഔട്ട്കം എന്ന് പറയുന്നത് 4 രീതിയാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് ട്രൂ പോസിറ്റീവ്, ബ്രാക്കറ്റിൽ ഹൈ ഹിറ്റ് എന്നും പറയാം. ട്രൂ പോസിറ്റീവ്, അത് 4 നിങ്ങൾ നോക്കി വെക്കുക, അണ്ടർലൈൻ ചെയ്തിട്ടോ. അവിടെ സെലക്ഷൻ ഡിസിഷന്റെ ഔട്ട്കംസ് ആണ്. ട്രൂ പോസിറ്റീവ് ഉണ്ട്, ട്രൂ നെഗറ്റീവ് ഉണ്ട്. അതിനെ ലോ ഹിറ്റ് എന്നും പറയും. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് കിട്ടിയോ? ഇനി അടുത്തത് നോക്കിയ ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. ഫോൾസ് പോസിറ്റീവ് ഇറർ ആൻഡ് ഫോൾസ് നെഗറ്റീവ് ഇറർ. അങ്ങനെ 4 for potential outcome of selection decision. Okay, clear ആയോ? 4 എണ്ണം കിട്ടിയോ? ട്രൂ സിമ്പിൾ ആണ്. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ് ഇറർ, ഫോൾസ് നെഗറ്റീവ് ഇറർ. അങ്ങനെ 4 എണ്ണമാണ് പറയുന്ന ഔട്ട്കംസ്. അത് നോക്കണം കേട്ടോ, ഏതൊക്കെയാണുള്ളത്. അതിനകത്ത് ഹൈ ഹിറ്റ് എന്ന് കണ്ടില്ലേ, അതൊന്ന് നോക്കിയോ കേട്ടോ. ട്രൂ പോസിറ്റീവ് എന്ന് പറയുന്നത് മീൻസ് ഹൈ ഹിറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിജയകരമായിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ശരിയായി തിരിച്ചറിയുന്നതിന്റെ വിജയ ശതമാനമാണ് ഹൈ ഹിറ്റ്. നല്ല കാൻഡിഡേറ്റ്സിന്റെ വിജയകരമായി അത് അപ്പുറം പഠിക്കാണ്ട്, നമുക്ക് 4 ഔട്ട്കംസും പഠിക്കാണ്ട് അവിടെ. ഓക്കെ, വിജയകരമായ കാൻഡിഡേറ്റ്സിനെ ശരിയായി തിരിച്ചറിയുന്നതിന്റെ ഉയർന്ന നിരക്കാണ് ഹൈ ഹിറ്റ്. ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ആപ്ലിക്കൻസിന്റെ എണ്ണവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ശതമാനം കാൻഡിഡേറ്റ്സിനെ നമ്മൾ ഒരു സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യും. അതാണ് ലോ ഹിറ്റ് എന്ന് പറയുന്നത്. അപ്പുറത്ത് പഠിക്കാം. ജസ്റ്റ് നിങ്ങൾ ഇത്രയൊന്ന് നോക്കി വെക്കുക. ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്, ഫോൾസ് നെഗറ്റീവ്. ക്ലിയർ ആയോ? ഇനി ട്രൂ പോസിറ്റീവിന്റെ ബ്രാക്കറ്റിലുള്ളതും കൂടി നോക്കി വെക്കും. ഹൈ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവ്, ലോ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ നെഗറ്റീവ്. അത്രയും കൂടി നോക്കി വെക്കാം. ഇനി ഇവിടെ ഒരു ടേബിൾ ആണ് തന്നേക്കുന്നത്. ടേബിൾ ആണ്. ആ ടേബിൾ ഒന്ന് നോക്കിക്കേ. ആ ടേബിളില് സെലക്ഷൻ ഡിസിഷൻ ഔട്ട്കം എന്നാ പറഞ്ഞേക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞില്ലേ 4 കാര്യങ്ങൾ ഔട്ട്കം അവിടെ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാന്നൊക്കെ? ഫോൾസ് നെഗറ്റീവ്, ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്. അങ്ങനെ 4 എണ്ണമാണ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇടത് വശത്ത് നോക്കി സക്സസ് ഫെയിലിയർ എന്നുണ്ട്. അത് നമ്മുടെ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കണം. അവിടെ എഴുതി വെച്ചോ. ആ സക്സസ് ഫെയിലിയർ എങ്ങനെയാ നമ്മൾ ഓരോ കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്നാണ് ചിന്തിക്കുന്നത് അവിടെ. ഇനി താഴെ ഫെയിലിയർ പ്രെഡിക്റ്റഡ്, സക്സസ് പ്രെഡിക്റ്റഡ് എന്നുള്ളത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കണം. അവിടെ ഓർഗനൈസേഷൻ എഴുതി വെച്ച താഴെ ഫെയിലിയർ പ്രെഡിക്റ്റഡ്, സക്സസ് പ്രെഡിക്റ്റഡ്. അതെന്ത് നോക്കണം? നമ്മള് ഓർഗനൈസേഷന്റെ സ്ഥാനത്ത് നിന്ന് നോക്കണം. ഓക്കെ, ഇനി നിങ്ങളൊരു പേരെടുത്തേ. പേന ഉണ്ടോ കയ്യില്? നിങ്ങളുടെ ടെക്സ്റ്റിന്റെ
ടെക്സ്റ്റിൽ തന്നെ എഴുതിയാലും മതി. ഒന്ന് നോട്ട് ചെയ്യണം ഞാൻ പറയുന്നത്. ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാനൊരു നോട്ട്സ് ആക്കി വെച്ചതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, ആദ്യത്തെ അവിടെ ആ പാരഗ്രാഫ് ഉണ്ടോ നിങ്ങൾ? ആ പാരഗ്രാഫിൽ ആദ്യത്തെ കൊടുത്തേക്കുന്നത് നോക്കി. The true positive and true negative decision in selection are correct decision. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചത് ഏതൊക്കെയാണ്? വിസ്മയ ജസ്റ്റ് ഒന്ന് സ്കിപ്പായി പോയോ? പെൻ എടുക്കാൻ പോയതാണോ? പെനില്ലേ കയ്യില്? ഓക്കെ ഓക്കെ, ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്ന് പറഞ്ഞ സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ ആണ്. അവരെടുക്കുന്നത് കറക്റ്റ് തീരുമാനമാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ? ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ? ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് അല്ലേ? ഇത് ചോദിക്കണം കേട്ടോ. ഡാഷ് ആൻഡ് ഡാഷ് ഡിസിഷൻ ഇൻ സെലക്ഷൻ ആർ കറക്റ്റ് ഡിസിഷൻ. അല്ലെങ്കിൽ ഇവിടെ ഓർമ്മ തരും. The true positive and dash decision in selection are correct decision. പഠിച്ചത് ഏതൊക്കെയാണ് കറക്റ്റ് ഡിസിഷൻ? ഒരു സെലക്ഷനിലെ കറക്റ്റ് തീരുമാനം, ശരിയായ തീരുമാനം എന്ന് പറയുന്നത് ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവും ആണ്. മനസ്സിലാക്കി വെക്കാം. ഏതൊക്കെ? രണ്ട് ട്രൂ കണ്ടില്ലേ? ഇനി മാറുമല്ലോ. രണ്ട് ട്രൂ എന്ന് പറഞ്ഞാൽ ട്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയല്ലേ? അല്ലേ? ശരി, ഇനിയല്ലേ ട്രൂ എന്ന് പറയുന്നത്. അപ്പൊ ട്രൂ പോസിറ്റീവും ട്രൂ നെഗറ്റീവ് ഡിസിഷൻ എന്താണ്? കറക്റ്റ് ഡിസിഷൻ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ബാക്കിത്തെ രണ്ടെണ്ണം, ബാക്കിത്തെ ഏതാ? ഫോൾസ് നെഗറ്റീവും ഫോൾസ് പോസിറ്റീവും അല്ലേ ബാക്കിത്തെ? ആ ബാക്കിത്തെ രണ്ടെണ്ണം, റെസ്റ്റ് ഓഫ് ദ ടു ഡിസിഷൻ, ബാക്കി രണ്ട് ഡിസിഷനും തീരുമാനവും എങ്ങനെയാണ്? സെലക്ഷൻ ഇറർ ആണ്. സെലക്ഷൻ ഇറർ ആണ് കാണിക്കുന്നത്. ഏതൊക്കെ? ഫോൾസ് നെഗറ്റീവ്, ഫോൾസ് പോസിറ്റീവ്. ഇത് രണ്ടും സെലക്ഷൻ ഇറർ ആണ് കാണിക്കുന്നത്. ക്ലിയർ ആയോ? അത് രണ്ടും. ഏതൊക്കെയാണ് സെലക്ഷനിലെ കറക്റ്റ് ഡിസിഷൻ? ട്രൂ പോസിറ്റീവ് ആൻഡ് ട്രൂ നെഗറ്റീവ് ഡിസിഷൻ ഇൻ സെലക്ഷൻ ആർ കറക്റ്റ് ഡിസിഷൻ. Then rest of the two, ബാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഇറർ ആണ് അവിടെ കാണിക്കുന്നത്. അതാണ് അവിടെ ചെയ്യുക. ഇനി ഒന്നാമത്തെ ഹൈ ഹിറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? Okay, the candidate choose was best fit for the job and has performed and successed as expected is indicated by the true positive. അവിടെ ഡാഷ് ഇട്ട് ചോദിക്കും. ആ സെന്റൻസ് അങ്ങനെ തന്നെ വരും, ഇൻഡിക്കേറ്റഡ് ബൈ ദ ഡാഷ്. അപ്പൊ അവിടെ എന്ത് എഴുതാം? നമ്മള് ട്രൂ പോസിറ്റീവ് എന്ന് എഴുതണം. അപ്പൊ എന്താണ് ട്രൂ പോസിറ്റീവ്? എന്താണ് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണ്. എന്താണ്? തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണ്. പ്രതീക്ഷിച്ച പോലെ അയാള് പെർഫോമൻസ് കാഴ്ചവെച്ചു, അതിന് അവര് വിജയിക്കുകയും ചെയ്തു. അതാണ് ട്രൂ പോസിറ്റീവ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. The candidate chosen was the best fit for the job. മനസ്സിലായില്ലേ? ആ ജോലിക്ക് ഏറ്റവും ഫിറ്റ് ആണ്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നത്. Has performed, അത് നന്നായിട്ട് പെർഫോം ചെയ്തു. And the success as expected is indicated by the true positive. എന്താ പറഞ്ഞത്? തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ്, അത് കറക്റ്റ് ഡിസിഷനാ. മനസ്സിലായോ? കറക്റ്റ് ഡിസിഷൻ ആണ് അത്. അതായത് തിരഞ്ഞെടുത്ത കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണ്. പ്രതീക്ഷിച്ച പോലെ അവര് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുകയും വിജയിക്കുകയും ചെയ്തു. സക്സസ് ആയി അവര് വിജയിക്കുകയും ചെയ്തു. അതാണ് ട്രൂ പോസിറ്റീവ് സൂചിപ്പിക്കുന്നത്. ഇനി ഞാൻ ഒരു പേരെടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ? അല്ലേ? അവിടെ ഒന്ന് എഴുതിക്കേ, ട്രൂ പോസിറ്റീവ് എന്ന് ഹെഡിങ് കൊടുത്തേ. ടെക്സ്റ്റിൽ എഴുതണമെങ്കിൽ ടെക്സ്റ്റിൽ എഴുതി വെക്കാം. വേറെ നോട്ട് എന്തെങ്കിലും വേണമെങ്കിൽ നോട്ടൊന്നും എടുക്കണ്ട, ടെക്സ്റ്റിൽ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ ഇടാം. അല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ, ഒരു പീസ് ഓഫ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് ഒരു നോട്ടിലോ ഒന്ന് നോട്ട് ചെയ്തേട്ടെ. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത്?
നമ്മൾ ചൂസ് ചെയ്ത കാൻഡിഡേറ്റ്സ് ജോലിക്ക് ഏറ്റവും അനുയോജ്യനാണ്, പ്രതീക്ഷിച്ച പോലെ പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നാണ് ട്രൂ പോസിറ്റീവ് സൂചിപ്പിക്കുന്നത്. നിങ്ങളൊന്ന് എഴുതി വെക്കുക, ട്രൂ പോസിറ്റീവ് ഹെഡിങ് കൊടുക്കുക. ഓക്കെ, ട്രൂ പോസിറ്റീവ് ഹെഡിങ് കൊടുക്കും. അവിടെ താഴെ എഴുതിക്കേ ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നെയാട്ടോ, നല്ല ഫിറ്റ് ആയിട്ടുള്ള, ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ, നിയമന പ്രക്രിയ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു. അതാണ് ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു. നോട്ട് ചെയ്തോ അത്? ഓക്കെ, നോട്ട് ചെയ്തോ? ഗുഡ് ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ വിജയകരമായി കണ്ടെത്തുന്നു. ഇനി നിങ്ങൾ ആ ടെക്സ്റ്റിലൊന്ന് നോക്കി, ആ ടേബിൾ ഒന്ന് നോക്കിയിനി. അവിടെ നിങ്ങൾ കണ്ടോ? ട്രൂ പോസിറ്റീവ് കണ്ടില്ലേ? കണ്ടോ? അതിന്റെ സൈഡിലേക്ക് നോക്കിയേ. ഞാൻ ആദ്യം പറഞ്ഞത്, അതായത് കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കിയ സക്സസ് അല്ലേ? കാൻഡിഡേറ്റ്സ് വിജയിച്ചില്ലേ അതിന്റെ സെലക്ഷനില്? കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് സക്സസ് ആണ്. ഇനി താഴേക്ക് നോക്കിയേ, ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കിയേ. ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്നും സക്സസ് പ്രെഡിക്റ്റഡ്, സക്സസ് ആണ്. കണ്ടോ? ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് പ്രെഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് സക്സസ് ആണ്. അതും കൂടി ഒന്ന് എഴുതി വെച്ചേ അവിടെ. ഇപ്പൊ നമ്മൾ ഒരു സെന്റൻസ് എഴുതി വെച്ചില്ലേ, കുഞ്ഞു സെന്റൻസ്, അതിന്റെ താഴെ ഒന്ന് എഴുതിക്കേ, സക്സസ് പ്രെഡിക്റ്റഡ്. ആര്? ഓർഗനൈസേഷൻ എഴുതി വെക്കാം. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ സക്സസ് പ്രെഡിക്റ്റഡ്. ഇനി അടുത്ത താഴെ എഴുതിക്കേ, സക്സസ് എഴുതാം. സക്സസ് അടുത്തൊരു വരയിട്ടേ, സക്സസ് എഴുതിയിട്ട് ഒരു വരയിട്ടിട്ട് എഴുതിക്കേ, കാൻഡിഡേറ്റ്സ് എന്ന് എഴുതാം. കാൻഡിഡേറ്റ്സ് എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ നോട്ട് ചെയ്തത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാട്ടോ. ഇത്രയും ലെങ്ത്, ഈ വലിയ സെന്റൻസ് നമുക്ക് എന്തിനു പഠിക്കണം? എക്സാമിന് വേണ്ടി പഠിക്കണം. ആ സെന്റൻസ് തന്നെ തരും. The candidates chosen was the best fit for the job and has performed the success as expected is indicated by the dash. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? ട്രൂ പോസിറ്റീവ് എന്താണെന്ന് എഴുതണം. ഈ ഹൈ ഹിറ്റ് ട്രൂ പോസിറ്റീവ് എഴുതണം. ഇനി ഇപ്പൊ ഞാൻ തന്നത് നിങ്ങൾക്ക് ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാ. അതായത് ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ല ഫിറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് സക്സസ് പ്രെഡിക്റ്റഡ്, കാൻഡിഡേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ എന്താണ്? സക്സസ് ആണ്. ക്ലിയർ ആണോ ഈ ഒരു കാര്യം? ഒരു കുഞ്ഞു കാര്യം. ട്രൂ പോസിറ്റീവ് ക്ലിയർ അല്ലേ? ഓക്കെ, ട്രൂ പോസിറ്റീവ് ക്ലിയർ. ഇനിയാണ് ട്രൂ നെഗറ്റീവ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഓക്കെ, ട്രൂ പോസിറ്റീവ് വരെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഇന്നെടുത്തത് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ? ട്രൂ പോസിറ്റീവ്, ട്രൂ നെഗറ്റീവ് ഇൻ സെലക്ഷൻ ആർ ദ കറക്റ്റ് ഡിസിഷൻ. അത് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം ഡാഷ് ഇട്ട് വരും. ഇപ്പൊ നമ്മളോടെ the true positive and dash decision അല്ലെങ്കിൽ dash and true negative decision in selection or correct decision. അത് രണ്ടുമാണ് കറക്റ്റ് ഡിസിഷൻ. ബാക്കി ഇത് രണ്ടെണ്ണം നിങ്ങൾക്ക് അറിയാലോ. ഇത് സെലക്ഷൻ ഇറർ ആണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ബാക്കിയിട്ട് നമുക്ക് ഈ ആഴ്ച ഒരു ക്ലാസ് കൂടി വന്നില്ലേ, അപ്പൊ അതിന്റെ ബാക്കിയിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ക്ലിയർ ആവുന്നില്ലേ പറയണേ? എന്നെ ഫോളോ ചെയ്ത് വന്നില്ല എല്ലാവരും? മനസ്സിലാക്കിയല്ലേ പോണത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ്? ഓക്കെ ആണോ? അല്ല, കുഴപ്പമില്ല അല്ലെ? ഓക്കെ, ശരി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ.